നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ഏറ്റവും ആദ്യം മാധ്യമമാണ്. മാധ്യമത്തിൽ ഇന്ന് വയനാട്ടിൽ ആദിവാസി സ്ത്രീയെ കടുവ കൊന്നുതിന്നു. വന്യമൃഗ ആക്രമണത്തിൽ ജനജീവിതം ദുസ്സഹമായ വയനാട്ടിൽ ആദിവാസി സ്ത്രീയെ കടുവ കൊന്നുതിന്നു. മാനന്തവാടിക്കടുത്ത് കാപ്പി പറിക്കാനെത്തിയ പഞ്ചാരക്കൊല്ലി തറാട്ട് മീൻമുട്ടി അച്ചപ്പൻ്റെ ഭാര്യ രാധയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. അവരുടെ മൃതദേഹം കൊണ്ടുവരുന്ന ചിത്രമുണ്ട്. ഒപ്പം ആക്രമിച്ച പുലിയുടെ ചിത്രമുണ്ട്. ദാരുണമായൊരു സംഭവം തന്നെയാണ്. അതിനോടൊപ്പം മാധ്യമം വലതുഭാഗത്തായി കൊടുത്തിട്ടുള്ളത് വഖഫ് JPC ചെയർമാൻ്റെ നടപടി ചോദ്യം ചെയ്ത 10 പ്രതിപക്ഷ MP മാർക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്തയാണ്. വഖഫ് സംയുക്ത പാർലമെൻ്ററി സമിതിയിൽ ചെയർമാൻ ജഗദാംബിക പാൽ സ്വന്തം അജണ്ട ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചത് ചോദ്യം ചെയ്ത 10 പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. രാജ, MM അബ്ദുള്ള, കല്യാൺ ബാനർജി, നദീമുൽ ഹബ്, നസീർ അഹമ്മദ്, ഇമ്രാൻ മസൂദ്, മുഹമ്മദ് ജാവേദ്, അസുദ്ദീൻ ഉവൈസി, മുഹീബുൽ നദ്വി, അരവിന്ദ് സാവന്ത് എന്നിവരെയാണ് ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. മഹാരാഷ്ട്രയിൽ സൈനിക ആയുധ നിർമ്മാണശാലയിൽ സ്ഫോടനം, 8 മരണം എന്നുള്ള വാർത്ത അതിന് തൊട്ട് താഴെയായി നൽകുന്നു. മഹാരാഷ്ട്രയിൽ ഭണ്ഡാര ജില്ലയിൽ സൈനിക ആയുധ നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 8 പേർ മരിച്ചു, 7 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത. ചർച്ച പരാജയം, റേഷൻ വ്യാപാരികളുടെ പണിമുടക്ക് തിങ്കളാഴ്ച മുതൽ എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം ഏറെ നൽകുന്നുണ്ട് മാധ്യമം ആദ്യ പേജിൽ തന്നെ. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരി ജനുവരി 27 മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ സംഘടനാ നേതാക്കളുമായി മന്ത്രിമാരായ KN ബാലഗോപാലും GR അനിലും നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് എന്തധികാരത്തിലെന്ന് ഹൈക്കോടതി. വാർത്തയ്ക്ക് പത്രത്തിൻ്റെ ആദ്യ പേജിൽ ഏറ്റവും താഴെയായി പ്രാധാന്യം നൽകുന്നു മാധ്യമം. സിവിൽ കോടതി തീർപ്പാക്കിയ ഭൂമി കേസടക്കം മുനമ്പം വഖഫ് വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് എന്തധികാരത്തിലാണെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. നിർമ്മിതപുത്രൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ അൻവറിനെതിരെ അന്വേഷണം ഊർജിതമാക്കി എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള കാർട്ടൂൺ കൊണ്ടു നടന്നതും നീയെ ചാപ്പ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ കടുവ ആക്രമിച്ച രാധയുടെ വാർത്ത. കൊന്നു തിന്ന് കടുവ എന്ന തലക്കെട്ടോടുകൂടി ആദ്യ പേജിൽ മധ്യഭാഗത്തായി ചെറിയ പ്രാധാന്യത്തോട് നൽകുന്നു മാതൃഭൂമി. മാതൃഭൂമിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗവർണറോട് ഏറ്റുമുട്ടില്ല എന്നുള്ള വാർത്തയാണ്. പുതിയ ഗവർണറുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ സർവകലാശാല നിയമ ഭേദഗതി സെനറ്റ് പുനഃസംഘടനാ സർക്കാർ വേണ്ടെന്ന് വെച്ചു. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശ അനുസരിച്ചുള്ള നിയമ ഭേദഗതിയിൽ സെനറ്റിൽ തൊടാതെ സിൻഡിക്കേറ്റിൻ്റെ വലുപ്പം മാത്രം കുറച്ചാൽ മതിയെന്നാണ് വ്യവസ്ഥ. അതിൽ 5 പ്രധാന ഭേദഗതികൾ എടുത്തു പറയുന്നുണ്ട് മാതൃഭൂമി. ഒപ്പം UDF മലയോര സമരയാത്ര ഇന്ന് തുടങ്ങും എന്നുള്ള വാർത്തയ്ക്ക് ആദ്യ പേജിൽ ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മലയോര സമരയാത്ര നടത്തുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്ത അനധികൃത കുടിയേറ്റം US അറസ്റ്റ് 500 കടന്നു എന്നുള്ള വാർത്തയാണ്. അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താനുള്ള വിപുലമായ പദ്ധതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സർക്കാർ തുടക്കമിട്ട ശേഷം US അറസ്റ്റിലായത് 500-ലേറെ പേരാണ്. ആയുധ നിർമ്മാണശാലയിൽ സ്ഫോടനം, 8 മരണം എന്നുള്ള വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി ആദ്യ പേജിൽ. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ കേരളം തുറന്ന മൃഗശാല, PV അൻവർ. ജനങ്ങളുടെ പ്രകോപന നിലപാടുകൾക്ക് അൻവർ തീ കൊളുത്തുന്നു, മന്ത്രി ശശീന്ദ്രൻ. ഞാൻ പറഞ്ഞോളാം, ഫയർ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയിൽ എവിടെയും കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നതായി കാണുന്നില്ല. ദീപിക പ്രാധാന്യം നൽകുന്നത് US നിന്ന് പൗരന്മാരെ തിരിച്ചെത്തിക്കുമെന്നുള്ള വാർത്തയ്ക്ക് ഉള്ള പ്രാധാന്യമാണ്. അത് ആദ്യ പേജിൽ വലതുഭാഗത്തായി പ്രാധാന്യം നൽകുന്നുണ്ട്. ജന്മാവകാശ പൗരത്വം ട്രംപിൻ്റെ ഉത്തരവ് കോടതി മരവിപ്പിച്ചു. ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജഡ്ജി ജോൺ കഫ്നോർ എന്നുള്ള വാർത്തയ്ക്കും ആദ്യ പേജിൽ ഇടം നൽകുന്നുണ്ട് ദീപിക. അതിന് തൊട്ടു താഴെ ഇടതുഭാഗത്തായി ചർച്ച പരാജയം, തിങ്കളാഴ്ച മുതൽ കടയടപ്പ് സമരമെന്ന റേഷൻ വ്യാപാരികൾ എന്ന വാർത്തയ്ക്കും പ്രാധാന്യം ദീപിക ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ട്രംപുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ദീപിക ആദ്യ പേജിൽ നൽകുന്നത്. 23 പ്രോ ലൈഫ് പ്രവർത്തകർക്ക് മാപ്പ് നൽകി ട്രംപ് എന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് വാർത്ത. അബോർഷൻ ക്ലിനിക്കുകൾ ഉപരോധിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട 23 പ്രോ ലൈഫ് പ്രവർത്തകർക്ക് മാപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ ഉത്തരവിൽ ഒപ്പുവെക്കുന്നത് വലിയ ബഹുമതിയായി കരുതുന്നു. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യരുതെന്നായിരുന്നു സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കാണ് മാപ്പ് നൽകിയതെന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത്. മഹാരാഷ്ട്രയിലെ ഓർഡിനൻസ് ഫാക്ടറിയിൽ സ്ഫോടനം, 8 മരണം എന്നുള്ള വാർത്തയ്ക്ക് ഏറ്റവും താഴെയാണ് ദീപിക പ്രാധാന്യം നൽകുന്നത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം, യുവതിക്ക് ദാരുണാന്ത്യം. മന്ത്രി കേളുവിനെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. കടുവയെ വെടിവെക്കാൻ ഉത്തരവ്.
എന്നടക്കമുള്ള ചില തലക്കെട്ടോടുകൂടി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെയും രാധയുടെ മൃതദേഹം വനപ്രദേശത്ത് നിന്ന് മാറ്റുന്ന ചിത്രവും ഒപ്പം നൽകിക്കൊണ്ടാണ് ജന്മഭൂമി ആദ്യ പേജിൻ്റെ മധ്യഭാഗത്തായി വലിയ പ്രാധാന്യത്തോടെ ആ വാർത്ത നൽകിയിട്ടുള്ളത്. നാവികസേനയ്ക്ക് 6 അന്തർവാഹിനികൾ കൂടി, ചെലവ് 70,000 കോടി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ജന്മഭൂമി ആദ്യ പേജിൽ നൽകുന്നു. നാവികസേനയ്ക്ക് 6 അന്തർവാഹിനികൾ നിർമ്മിക്കാനൊരുങ്ങി പ്രതിരോധ മന്ത്രാലയം. ഭാരതത്തിലെ പൊതുമേഖലാ കപ്പൽ നിർമ്മാണ സ്ഥാപനം മസ്ഗോൺ ഡോക്യാർഡ്, ജർമ്മൻ കമ്പനി തൈസൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റം എന്നിവയുടെ സംയുക്ത സംരംഭത്തിനാണ് അന്തർവാഹിനി നിർമ്മിക്കുവാനുള്ള കരാർ. പ്രോജക്റ്റ് 75I എന്ന പദ്ധതി പ്രകാരമാണ് നിർമ്മാണം. 70,000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. വഖഫ് കമ്മീഷനെ നിയമിച്ചത് എന്തധികാരത്തിൽ? ഹൈക്കോടതി. സർക്കാരിൻ്റെ ജനവഞ്ചന പുറത്ത് എന്നുള്ള വാർത്തയ്ക്ക് ആദ്യ പേജിൻ്റെ മധ്യഭാഗത്ത് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ജന്മഭൂമി. ന്യൂദില്ലിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനെത്തിയവരുമായുള്ള സംവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന ചിത്രം ജന്മഭൂമിയുടെ ഇടതുഭാഗത്ത് ചെറുപ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഇന്ന് ചോക്രമുടിയിൽ വീണ്ടും കയ്യേറ്റം, ഒരേക്കറിലെ നീലക്കുറിഞ്ഞി നശിപ്പിച്ചു, നാട്ടുകാരെത്തിയപ്പോൾ സംഘം വാഹനത്തിൽ രക്ഷപ്പെട്ടു. വിവാദമായ ചോക്രമുടി മലനിരയിൽ വീണ്ടും കയ്യേറ്റം. മുമ്പുണ്ടായ കയ്യേറ്റത്തിൽ അന്വേഷണ പരമ്പരയും ഹിയറിംഗും നടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവം. ചോക്രമുടിയിൽ 10 സംഘം അതിക്രമിച്ചു കയറിയ നീലക്കുറിഞ്ഞിയും മറ്റും വെട്ടിനശിപ്പിച്ച സ്ഥലം അതിനോടൊപ്പം വലതുഭാഗത്തായി നൽകുന്നു. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വയനാട്ടിലെ ആദിവാസി യുവതിയെ കടുവ കൊന്നു, നരഭോജിയെ വെടിവെച്ച് കൊല്ലുമെന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ ഭർത്താവ് അച്ചപ്പൻ മന്ത്രി OR കേട് വീട്ടിലെത്തി സഹായധനം കൈമാറുന്ന ചിത്രമാണ് അതിനോടൊപ്പം നൽകിയിട്ടുള്ളത്. അതിൻ്റെ വലതുഭാഗത്തായി പിടികൂടിയത് മയക്കുവെടി വെച്ച് മുറിവേറ്റ ആനയെ ചികിത്സിച്ച് കാട് കയറ്റി എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ദേശാഭിമാനി ആദ്യ പേജിൽ. മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്ന ചിത്രം അതിനോടൊപ്പം നൽകുന്നുണ്ട്. ട്രംപിൻ്റെ 2ാം വരവ് തുടങ്ങി അറസ്റ്റ് നാടുകടത്തൽ എന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് ട്രംപിൻ്റെ അറസ്റ്റിനെ നാട്ടുകടത്തലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളത് ദേശാഭിമാനി. വർഗീയ സംഘങ്ങളിൽ 84% വർധന, ഭിന്നിപ്പിച്ചെങ്ങോട്ട് എന്നുള്ളതാണ് തലക്കെട്ട്. രാജ്യത്ത് കഴിഞ്ഞ വർഷം വർഗീയ സംഘങ്ങളുടെ എണ്ണത്തിൽ 84% വർധന. മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടാണ് സംഘർഷങ്ങൾ ഏറെയുമെന്ന് സെൻറ്റർ ഫോർ സൊസൈറ്റി ആൻഡ് സെക്യുലറിസം തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടെത്തി. വർഗീയ സംഘങ്ങൾ കൂടുമ്പോഴും കേരളത്തിൽ അത്തരത്തിൽ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ട് അടിവരയിടുന്നു എന്നുള്ളതാണ് ദേശാഭിമാനി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് മധ്യഭാഗത്ത് വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് ദേശാഭിമാനി. MN വിജയൻ്റെ മകൻ്റെയും മരണം, IC ബാലകൃഷ്ണൻ്റെ വീട്ടിൽ റെയ്ഡ് എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. വയനാട് DCC ട്രഷറർ NM വിജയൻ്റെയും മകൻ്റെയും മരണത്തിൽ 1ാം പ്രതിയായ IC ബാലകൃഷ്ണൻ MLA വീട്ടിൽ പോലീസ് റെയ്ഡ്. കസ്റ്റഡിയിലുള്ള MLAയും കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം വെള്ളി പകൽ 1:30യോടെയാണ് കേണിച്ചിറയിലെ വീട്ടിലെത്തിയത് എന്നുള്ള വാർത്തയുണ്ട്. ദേശാഭിമാനി ആദ്യ പേജിൽ ഇടതുഭാഗത്ത് ചെറുപ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ല, ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച സുധാകരൻ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ലെന്ന ഹൈക്കമാൻഡിൻ്റെ K സുധാകരൻ്റെ ഭീഷണി. മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീഷിനെ മാറ്റണം, അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എന്നുള്ള വാർത്തയ്ക്കാണ് ദേശാഭിമാനി ആദ്യ പേജിൽ ഏറ്റവും താഴെ പ്രാധാന്യം നൽകുന്നത്. ആയുധ ഫാക്ടറിയിൽ സ്ഫോടനം, 8 മരണം എന്നുള്ള മഹാരാഷ്ട്രയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ദേശാഭിമാനി ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ വെടിവെച്ച് കൊല്ലാൻ രാത്രിയും ശ്രമം, വയനാട്ടിൽ വീട്ടമ്മയെ കടുവ കൊന്നുതിന്നു, വൻ ജനരോക്ഷം, മൃതദേഹം തടഞ്ഞു വെച്ചു, കടുവയെ കൊല്ലാൻ മിന്നൽ ഉത്തരവ് എന്നടക്കമുള്ള വിശദമായ വിവരമാണ് കേരള കൗമുദി ആദ്യ പേജിലായി നൽകുന്നത്. വലതുഭാഗത്ത് AI ആവിഷ്കൃത ചിത്രം കൂടി അതിനോടൊപ്പം നൽകുന്നുണ്ട്. കടുവ രാധയെ ആക്രമിക്കുവാൻ വേണ്ടി ഓടിക്കുന്ന AI ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അതിന് താഴെയായി നട്ടലിന് മാരക കുത്തല്ലേ എന്നിട്ടാണോ സേഫ് എന്നുള്ള ഒരു തലക്കെട്ട്. 6 കുത്തേറ്റു, നട്ടലിൽ ആഴത്തിൽ മുറിവ്, അതിൽ ഒടിഞ്ഞിരിക്കുന്നത് കത്തിയുടെ നീളമുള്ള അഗ്രം, മണിക്കൂറുകൾ നീണ്ട സർജറി. അതീവ ഗുരുതരമായിട്ടും നടൻ സെയ്ഫ് അലി ഖാൻ 5ാം നാൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി, ഇപ്പോൾ ഓടി നടക്കുന്നു. അവിശ്വസനീയം, സത്യത്തിൽ നടന്നതെന്ത്? വിവാദം കൊഴുക്കുകയാണ് എന്നുള്ള വാർത്ത. 25 ലക്ഷം ഇൻഷുറൻസ് ഉടൻ എന്നുള്ള വാർത്ത. അങ്ങനെ സെയ്ഫ് അലി ഖാൻ നേരിട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് കേരള കൗമുദി ആദ്യ പേജിൽ. ഡോക്ടർ പൽപ്പുവിൻ്റെ വിയോഗത്തിന് ഇന്ന് 75 വർഷം. ജാതി വിവേചനത്തിനും സാമൂഹിക ഉച്ചനീതിത്വത്തിനുമെതിരെ സധൈര്യം പോരാടിയ ശ്രീനാരായണ ഗുരുദേവ ദർശന പ്രചാരണത്തിലൂടെ അവശവിഭാഗങ്ങളെ ആത്മീയ പുരോഗതിയിലേക്ക് നയിച്ച ഡോക്ടർ പൽപ്പുവിൻ്റെ വിയോഗത്തിന് ഇന്ന് 75 വർഷം പൂർത്തിയാവുന്നുള്ള വാർത്ത. വയർ വേണ്ട, ബൾബ് കത്താൻ ഗ്രാഫീൻ മഷി, ശില്പിയുടെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് കൗമുദിയുടെ സ്പെഷ്യൽ സ്റ്റോറിയാണ്. കാർബണിൻ്റെ വകഭേദമായ ഗ്രാഫീൻ മഷി രൂപത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മഷി പേപ്പറിലോ തുണിയിലോ പുരട്ടി വൈദ്യുതി കടത്തിവിടാം, ബൾബ് കത്തിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിച്ചത് ശില്പിയാണ്. ശില്പിയുടെ ചിത്രവും അതിനോടൊപ്പം തന്നെ നൽകുന്നുണ്ട്.
മലയാള മനോരമയിലേക്ക് വരുമ്പോൾ ഒഴിയാതെ ഭീതി, മാനന്തവാടിയിൽ സ്ത്രീ കൊല്ലപ്പെട്ടു, കടുവക്കൊല വീണ്ടും. മന്ത്രി കേളുവിനെ തടഞ്ഞു വെച്ച ജനരോക്ഷം, കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ്, 11 ലക്ഷം നഷ്ടപരിഹാരം, 5 ലക്ഷം കൈമാറി എന്നടക്കമുള്ള കൊല്ലപ്പെട്ട രാധയുടെയും 10 വർഷം കൊണ്ട് 8 മരണം എന്നുള്ള പ്രധാന പോയിന്റുകൾ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായിട്ടാണ് മലയാള മനോരമ ആദ്യ പേജിലെ 50% കവർ ചെയ്തുകൊണ്ട് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. ഇടതുഭാഗത്തായി പുലിയുടെ ഒരു ചിത്രമൊക്കെ നൽകിയിട്ടുണ്ട്. മന്ത്രിമാരുമായുള്ള ചർച്ച പരാജയം, തിങ്കളാഴ്ച മുതൽ റേഷൻ കട സമരം എന്നുള്ള വാർത്തയ്ക്ക് ആദ്യ പേജിൽ ഇടതുഭാഗത്തായി പ്രാധാന്യം നൽകുന്നു. മീറ്റർ പ്രവർത്തിപ്പിക്കാതെ ഓട്ടോറിക്ഷകൾക്ക് പണി, മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം, സ്റ്റിക്കർ നിർബന്ധമാക്കും. ഓട്ടോറിക്ഷയിൽ മീറ്റർ ഉണ്ടായിട്ടും പ്രവർത്തിപ്പിക്കാത്തവർക്കെതിരെ കർശന നടപടി, മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷയിൽ പതിപ്പിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ തീരുമാനം. ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് പരിശോധനയിൽ ഈ സ്റ്റിക്കർ നിർബന്ധമാക്കും. ഇക്കാര്യം സർക്കാരിന് റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ടിപിക്കായി സൗഹൃദത്തിൻ്റെ ഈ റെഡ് സല്യൂട്ട്. കെ രമയുടെ മകൻ അഭിനന്ദിൻ്റെ വിവാഹ ചടങ്ങിൽ സുരേഷ് കുറുപ്പ ആ ചിത്രം നൽകുന്നു. വിവാഹ വിശേഷങ്ങളൊപ്പം നൽകുന്നുണ്ട്. മതാന്തര സംവാദം, തിരുസംഘം, കർദിനാൾ കുവക്കാട് തലവൻ, ഈ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. വത്തിക്കാനിൽ നിയമനം നടത്തിയത് ഫ്രാൻസിസ് മാർ പാപ്പ. കർദിനാൾ മാർ ജോർജ് ജേക്കബ് കുവക്കാടിന്റെ ചിത്രവും അതിനോടൊപ്പം നൽകുന്നുണ്ട്. കുറിപ്പ് എന്ന മലയാള മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തേയിലക്കൊളുന്ത് നുള്ളാൻ മത്സരം, വാഴ്ത്തുപാട്ട് മത്സരം കൂടി വേണ്ടേ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇന്നത്തെ വാർത്തയും വിശേഷങ്ങളോട് അവസാനിക്കുന്നു. നാളെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.